നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് സീരീസിൻ്റെ രണ്ടാമത്തേതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആലു പറാത്താണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉരുളക്കിഴങ്ങ് പിന്നെ കുറച്ചൊരു മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ ക്യാരറ്റും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കുക്കറിൽ വെച്ചപ്പോഴേക്ക് പിന്നെ ഞാനൊരു കട്ടനൊക്കെ കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതവിടെ വിസിലടിയാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്കൊരു 4 ഉള്ളിയാണ് എടുക്കുന്നത്. അപ്പോൾ അത് നല്ലോണം ഒന്ന് പിന്നെ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടൊന്ന് വഴറ്റാൻ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ചപ്പാത്തിയാണല്ലോ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ആട്ടയിലേക്ക് ഞാൻ നല്ല തിളച്ച വെള്ളത്തിലാണ് കേട്ടോ ചപ്പാത്തി കുഴക്കാറുള്ളത്. എന്നാലേ നല്ല സോഫ്റ്റായിട്ട് കിട്ടത്തുള്ളൂ. പിന്നെ എടുക്കുമ്പോൾ ലേശം കുറച്ചൊരു വെള്ളം അധികമായിട്ട് കുഴച്ചെടുക്കാൻ നോക്കാം കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നല്ല സോഫ്റ്റായിട്ടുണ്ടാവും. മറ്റേത് ഇങ്ങനെ ഒരു റബ്ബർ പോലെയാണ് ഉണ്ടാവുക. അപ്പോൾ നമ്മളെ പിന്നെ ഉരുളക്കിഴങ്ങ് ഇതൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ഉള്ളിയൊക്കെ നല്ലോണം വാടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉള്ളിലേക്ക് ഞാൻ പച്ചമുളക് ഇട്ട് കൊടുത്തതാണ്. പിന്നെ ബാക്കി മസാലകളാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ലേശം മഞ്ഞൾപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ എന്തെങ്കിലും മസാലകൾ കയ്യിലുണ്ടെങ്കിൽ അത് ഇട്ടു. അപ്പോൾ ഞാൻ എല്ലായിടത്തിലും ബിരിയാണി മസാല ഞാൻ സ്പെഷ്യലി ഇട്ടു. അപ്പോൾ അതെനിക്ക് ഇട്ടിട്ടില്ലെങ്കിൽ ഒരു സമാധാനക്കേടാണ്. അപ്പോൾ അതും ഇട്ടെടുത്ത് പിന്നെ പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മൾ ഈ ഒരു ഉരുളക്കിഴങ്ങിൻ്റെ മസാലയും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ബാറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാ മസാല ദോശയൊക്കെ ഉണ്ടാക്കുന്ന അധികം ഒരു പോലെ തന്നെയാണ് കേട്ടോ. പിന്നെ അത് സ്കൂളുള്ള സമയത്ത് ഉണ്ടാക്കാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം ഇതിന് നല്ല ടൈം എടുക്കുന്നുണ്ട്. ഇനി എപ്പോഴെങ്കിലും ഉണ്ടാക്കുന്നത് കൊണ്ടാണോ എന്നുള്ളതും അറിയില്ല കേട്ടോ. അല്ലാതെ നമ്മൾ ദോശ ആകുമ്പോൾ പിന്നെ നമ്മൾ തലേന്ന് അരച്ച് വെച്ചതുണ്ടാവില്ല. അപ്പോൾ അതിലേക്ക് ഇതിടുമ്പോൾ പിന്നെ വലിയ പ്രശ്നമില്ല. പക്ഷേ ഇത് നമ്മൾ ഇതും ഉണ്ടാക്കണം, അതേ ടൈം തന്നെ നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കണമല്ലോ. അപ്പോൾ എല്ലാം കൂടിയായിട്ട് നല്ല ടൈം എടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു മസാല ശരിയായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ പിന്നെ സാധാ നമ്മൾ ചപ്പാത്തിക്ക് എടുക്കുന്ന പോലെ തന്നെ കേട്ടോ. ഞാൻ പിന്നെ വലിയ ഉരുളൊന്നും ആക്കി എടുത്തിട്ടില്ല. കാരണം അപ്പോൾ കട്ടി കൂടിയിട്ട് പിന്നെ ചിലപ്പം ചപ്പാത്തി വേവൂലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ എടുത്തിട്ടില്ല. അപ്പോൾ ഏകദേശം നമ്മൾ സാധാരണ പരത്തുന്ന പോലെ തന്നെയാണ് ചപ്പാത്തി പരത്തിയെടുക്കുന്നത്. എന്നിട്ട് പിന്നെ അതിൻ്റെ മേലേക്ക് ഈ ഒരു ഫില്ലിങ് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഫില്ലിങ് വെച്ച് കൊടുക്കുമ്പോൾ നല്ലോണം ഒന്ന് പരത്തി കൊടുക്കുക. എന്നിട്ട് പിന്നെ അതിൻ്റെ മേലേക്ക് ഒരു ചപ്പാത്തിയും കൂടി വെച്ചിട്ട് നമ്മൾ കൈ കൊണ്ടൊന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി കുഴലോണ്ട് ചെറുങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താലും മതി. പിന്നെ നല്ല ബലം കൊടുത്തൊക്കെ പ്രസ് ചെയ്യുമ്പോൾ അത് ചപ്പാത്തി പൊട്ടാനൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ ചുട്ടെടുക്കുമ്പോൾ അതിലുള്ള ഉള്ളിയൊക്കെ കരഞ്ഞ് ഒരു വലിയൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. ടേസ്റ്റിനൊരു വ്യത്യാസം വരും കേട്ടോ. അപ്പോൾ ഒന്നിങ്ങനെ പരത്തി കൊടുത്തിട്ട് പിന്നെ അതിൻ്റെ ആ ഒരു എഡ്ജ് ഭാഗങ്ങളൊക്കെ ഒന്ന് നമ്മളെ കൈ കൊണ്ടൊന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോഴേക്ക് നമ്മളെ കല്ല് ചൂടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചൊരു ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് ഇത് ചപ്പാത്തി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് പിന്നെ കൈ കൊണ്ടും കൂടി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ സാധാരണ മറിച്ചിട്ട് ചപ്പാത്തി എങ്ങനെയാണോ ചുട്ടെടുക്കൽ അതേ രീതിയിൽ തന്നെ ഒന്ന് പിന്നെ ലോ ഫ്ലെയിം എല്ലാം ഒരു മിഡിലാക്കിയെങ്ങാണ്ട് ഒന്ന് ചുട്ടെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഞാൻ അങ്ങനെ എപ്പോഴും ഉണ്ടാക്കാറില്ല. പിന്നെ ഇപ്പം ഉണ്ടാക്കുമ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് സീരീസ് ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ കുറച്ച് വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചതാണ്. എന്നാലും നമ്മൾ കണ്ടിന്യൂ ആയിട്ട് ഒരേ സെയിം സാധനം തന്നെ ഈ 7 ദിവസം ഉണ്ടാക്കാൻ ഭയങ്കര മടുപ്പുള്ള കാര്യമാണല്ലോ. അപ്പോൾ കുറച്ചൊക്കെ ഒന്നൊരു എന്തെങ്കിലുമൊക്കെ ഒന്ന് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ വെക്കുക. പിന്നെ ഇടയ്ക്കൊരു ബ്രെഡും ഓംലെറ്റൊക്കെ വെച്ചിട്ട് അങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുക കേട്ടോ. മക്കളൊക്കെ സ്കൂളിൽ പോകുന്ന മക്കളാണെന്നുണ്ടെങ്കിൽ അവർക്ക് അതൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും.